ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ അകലാരിലുണവിന്റെ പനിനീരു തൂകി നീ അവിരാമമൊഴുകി നന്ദിയുടെ സ്നേഹത്തിന്റെ ഈ കരുണയാകും ഏറെ ഭക്തിയോടെ കരുണയില്ലാതെ അർപ്പിക്കാം. മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ നാമമായിട്ട് ചെറിയൊരു പുസ്തകം പറയുന്നതും നല്ല ചുരുക്കി പറയാനായിട്ട് നമ്മുടെ ഈശ്വരൻ എത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിനുള്ള വാക്കുകൾ ഗ്രേസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ കുർബാന ആരംഭിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ മാതാവിനെ പോലെ ദൈവം തരുന്ന സഹനങ്ങൾ ഇത് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന വലിയൊരു മനോഭാവമുള്ള വ്യക്തിയാണ് ഗ്രേസ്. ദൈവം പ്രാർത്ഥിക്കാം. ഗ്രേസിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്ന രംഗങ്ങളിലും പ്രവർത്തന മേഖലകളിലും ഉണ്ടാകട്ടെ. സർവേശ്വര സ്തുതിഗീതം ശാന്തി വ്യത്യാസയുടെന്നേക്കും സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അങ്ങയുടെ നാമം പൂജിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്നിൻ്റെ താരമായ പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ശരിക്കും എനിക്കൊരു പണി കിട്ടിയതാണ്. കാരണം അറിയാം, നിങ്ങളുടെ ഇടവക്കാരൻ തന്നെയായ അച്ഛനായിരുന്നു ഇവിടെ പ്രസംഗിക്കേണ്ടിയിരുന്നത്. അച്ഛനെല്ലാം തയ്യാറായി റെഡിയായിട്ടൊക്കെ വന്നാണ്. അച്ഛന് പറയാനൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഇനി ആരെയും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ പറഞ്ഞു. പക്ഷേ അച്ഛൻ എനിക്കൊരു പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വെച്ചാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനാണ് പറയുന്നത്. കാരണം ഇടവൊക്കെ ഇരുന്ന അച്ഛന്മാരാണ് സിസ്റ്റർമാരെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്, കൂടെ വർക്ക് ചെയ്തവർക്കാണ് അറിയാവുന്നത്. അച്ഛൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വളരെ അഭിമാനത്തോടെ നിൽക്കുക, സന്തോഷത്തോടെ. കാരണം വീട് കിട്ടിയത് കുട്ടനാട്ടില് എപ്പോഴും ചെളിയും വെള്ളവും ഇതൊക്കെയാണ്. വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരിക്കലും പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ്. ചെളിയും വെള്ളവും അഴുക്കും, നല്ലൊരു ടോയ്ലറ്റിംഗ് ഇല്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ പോയി ഇവരെ രണ്ടുപേര് അവിടെ പോയി കിടക്കുക. കിടന്നിട്ട് എന്നാ ചെയ്യുന്നത്? അതൊരു വല്ലാത്ത സ്ഥലമാണ്. കാരണം ഈ കള്ളമാറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റിമോട്ട് ഏരിയ ആണ്, ആൾക്കാരൊന്നും ചെല്ലാത്തൊരു സ്ഥലം. പോലീസിന് പെട്ടെന്ന് ചെല്ലാൻ നോക്കിയാൽ, എക്സൈസുകാർ ചെല്ലാൻ നോക്കിയാൽ, അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കള്ളമാറ്റുന്ന സ്ഥലം, ഈ ചാരായം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഈ ചാരായം കുടികൊണ്ട് ആ നാടാകപ്പാടെ വല്ലാത്തൊരവസ്ഥ.
മരിയ ഞാൻ ആർട്സിൽ ചെയ്തതുപോലുള്ളൊരു ദൗത്യം. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഒരു പക്ഷേ സിസ്റ്ററിന് ശാരീരികമായ ബുദ്ധിമുട്ടില്ലായിരുന്നുണ്ടെങ്കിൽ മറ്റൊരു മദർ തെരേസയായി 5 രൂപ കൈ പിടിച്ചോണ്ട് ഇറങ്ങിയ യാതൊരു സംശയമില്ല. ഞാനൊന്ന് ചോദിക്കുമായിരുന്നു, ഇത് വിട്ടുപോകുമോ, വേറെ എവിടെയെങ്കിലും തനിയെ കോൺഗ്രേഷൻ മദർ തെരേസയെ പോലെ കോൺഗ്രേഷൻ തുടങ്ങും, ഞാനന്ന് ചോദിക്കുമായിരുന്നു. ചെയ്തന്നെ. പക്ഷേ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും. എന്നെ പോയി ഇതുപോലെ തന്നെ വേറൊരു മദർ തെരേസയായിട്ട് വന്നേനെ. നമ്മുടെ തുണയെന്നും തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ദൈവപിതാവും സ്നേഹമതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ിറങ്ങി നാമിത്തുമ്പിൽ നീയറിഞ്ഞു, നിത്യജീവൻ പകർന്നു തന്നു. വെണ്മയാന്നൊരു സ്ത്രീയ കൈവല്ലയിൽ കാണിയ കൈവല്ലായി നീ വരുന്നു, കൈപിടിച്ചു വഴി നടത്താൻ നാവിൽ നീ നലിഞ്ഞിടുന്നു. വചനത്തിൻ മധുമൊഴിയാൻ കൈവല്ലായി നീ വരുന്നു, കൈപിടിച്ചു വഴി നടത്താൻ ഹൃദയത്തിൽ നീ വസിപ്പൂ. ഇന്ന് ഈ പള്ളി അങ്കണത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എന്നിവർ ഓരോരുത്തർക്കും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സ്വാധീനം ചെലുത്തിയ അഗതികളുടെ ഒരു സഹോദരി, നൂറനാനി കുടുംബത്തിന്റെ ഗ്രേസ്, സിസ്റ്റർ ഗ്രേസൻ എസ്.ടി. പാലക്കേട്ടുമല ഗ്രാമത്തിൽ നൂറനാനിക്കൽ കുടുംബത്തിൽ ചാക്കോയുടെയും അന്നക്കുട്ടിയുടെയും 4ാമത്തെ പുത്രിയായി 1976 ജനനം. സ്കൂൾ പഠനങ്ങൾ പാലക്കാട്ടുമല, മരങ്ങാട്ടുപള്ളി, കുടകുച്ചിറ എന്നീ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കി. ഒരുപക്ഷെ രസകരമായ പല സംഭവങ്ങളും അന്നത്തെ കാലത്തെക്കുറിച്ച് സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കാനുണ്ടാകും. എവിടെയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും
ചിരിപ്പിക്കുവാനും സാധിക്കുന്ന വ്യക്തിത്വം. തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ST സന്യാസ സമൂഹത്തിലെ അംഗമായിക്കൊണ്ട് 2000 ജനുവരി 3 മഹാജൂബിലി വർഷത്തിൽ ഈശോയുടെ മണവാട്ടിയായി സിസ്റ്റർ ഗ്രേസിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കടന്നു വന്ന ശുശ്രൂഷാ പാതയിൽ ഒട്ടേറെ സേവനങ്ങൾ അഗതി സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്ന് സമർപ്പണ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സിസ്റ്റർ ഗ്രേസിൻ ST എന്ന ഞങ്ങളുടെ ഗ്രേസ് ആന്റിക്ക് നൂറനാനിക്കൽ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നേരുന്നു. ഒപ്പം ഈ സന്തോഷ നിമിഷം കൂടുതൽ മധുരമുള്ളതായി തീർക്കുന്നതിനായി കേക്ക് കട്ട് ചെയ്യുന്നതിനായി ഗ്രേസ് ആന്റിയെയും കൂടെ വികാരി അച്ഛനെയും മോഡി അച്ഛനെയും ഒക്കെ ക്ഷണിക്കുകയാണ്. They shall be showers of blessing. Blessed is the promise of love. They shall be seasons refreshing, sent from the Savior above. സങ്കീർത്തനം 118 24 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇന്ന് അതേ സഹോദരങ്ങളെ, സിസ്റ്റർ ഗ്രേസിനെ സംബന്ധിച്ചും സിസ്റ്ററുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും സിസ്റ്റർ ഗ്രേസിൻ ആയിരിക്കുന്ന സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചും സിസ്റ്ററിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും അതുപോലെ ഇടവകക്കാരും നമ്മളെല്ലാവർക്കും ഇന്ന് ഒരു സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു ദിനമാണ്. നൽകുവാനൊരുങ്ങിടുവിൻ. അതെ, ദൈവം ചോദിക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 25 വർഷം. ഇനിയും മുന്നോട്ടുള്ള തൻ്റെ ജീവിതയാത്രയിൽ, ദൈവത്തോടൊന്നിച്ചുള്ള യാത്രയിൽ ഈശോ ചോദിക്കുന്നതെല്ലാം സമർപ്പിക്കുന്നതിന്, ഈശോയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ഗ്രേസിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരവും ഗ്രേസുമായ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗ്രേസിൻ സിസ്റ്റർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മദർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാലക്കാട്ടുമല ഇടവകയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട മകള് സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷത്തിലാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ഇടവക എന്ന് പറയുന്ന കുടുംബവും ഒന്ന് ചേർന്ന് സന്തോഷിക്കുകയാണ്. ആദ്യമേ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ വാക്കുകളിൽ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ ഗ്രേസായ സിസ്റ്റർ ഇന്ന് ST കോൺവെന്റ് അല്ലെങ്കിൽ ST സന്യാസിനി സമൂഹത്തിന്റെ ഗ്രേസ് ആയിട്ട് വർത്തിക്കുകയാണ്. എവിടെയെല്ലാം സേവനം ചെയ്യുന്നവോ അവിടെയെല്ലാം തൻ്റെ അധികാരികൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിത്വമാണ് സിസ്റ്ററിന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നേക്കാൾ അധികമായിട്ട് നിങ്ങൾക്കായിരിക്കും സിസ്റ്ററിനെ പരിചയമുള്ളത്. ഓരോ വിളിക്കും അതിൻ്റെതായ ദൗത്യമുണ്ട് എന്ന് ഉറപ്പാണല്ലോ ഓരോ വിളിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഞങ്ങളുടെ പാലാരൂപതയിലെ 12 ഡീക്കന്മാരുടെ പട്ടത്തിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വന്നതാണ്. വലിയൊരു സന്തോഷത്തിന്റെ അവസരം. പിതാവിന്റെ പ്രസംഗത്തിലാണെങ്കിലും പിതാവ് ഓരോ ഡീക്കനെ കുറിച്ചും പറഞ്ഞ്, ഇനിയും ഡീക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഓരോ അച്ഛനെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് തോന്നി ഇവിടെ സിസ്റ്ററിനെ കുറിച്ചും പറയുമ്പോൾ അത് അതേപോലെ തന്നെയാണ്. അവരായിരിക്കുന്ന കർമ്മവേദികളെ കുറിച്ച് അവരുടെ റക്തച്ചന്മാര് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെന്തായി തീരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത്.
അവര് 1-ാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലേക്ക് കൂടി പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ 25 വർഷം തന്റെ സന്യാസ ജീവിതത്തിലെ പിന്നിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഓരോ ദിവസവും എന്ന് പറഞ്ഞത് നമ്മുടെ ടോമിച്ചൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും പാടുന്ന അവധിക്ക് വരുമ്പോൾ പാടുന്ന പാട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വലിയൊരു ഫീലിംഗ് ആണ്. കാരണം അവരതൊക്കെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിലെ കുട്ടിത്താരം നമ്മുടെ ടോമിന് ഒരു പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കാവോ? എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നും പിടങ്ങാതെ ഒന്ന് കൂടെ പോരോ പോവേ. മഴത്തെ കൂട്ടി മഞ്ഞുമഴ ഉറങ്ങിയില്ലേ, താകാട്ടും പാട്ടിൽ മണി തത്തെ ഉറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നന്ദിച്ചാലും ചില്ലിൽ വാലും എന്റെ മുട്ടേല. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നു പിടങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. തുമ്പക്കൂടങ്ങാതെ തുള്ളി കളിക്കണ്ണ പൊന്നിളം കാച്ചിന്റെ കൂട്ടുകാരി, പിന്നിത്തിലും മുമ്പിൽ പൊന്നിങ്കിന ആൾക്ക് ഇന്നാണോ മനേടെ ഇഷ്ടം. ചിങ്ങനെ മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. എന്നെ കൂടാനില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമയ തണലാലം കളിയാടാമീ കിളിമയ തണലാ. ബഹുമാനോട് വികാരിച്ച ബഹുമാനോട് മദർ, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ബഹുമാനോട് സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞവരെ, അങ്ങളെ നമ്മളെല്ലാവരും പങ്കെടുത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞു. കുർബാന എപ്പോഴും നന്ദിയുടെ ഒരു നിമിഷമാണ്. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ കുറേ കാലഘട്ടം ഇവിടെ ജീവിക്കുന്നു. അതിനുശേഷം ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സകലങ്ങൾ മാത്രം പാടില്ല, സന്തോഷവും കൂടി വേണമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എപ്പോഴും അത് കുടുംബത്തിലാണെങ്കിലും അതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കണം, വിവാഹത്തിൻ്റെ ദിനങ്ങൾ ആഘോഷിക്കണം, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കണം. അതുപോലെ മഠങ്ങളിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്, ചെറിയ ചെറിയ ആഘോഷങ്ങൾ വയ്ക്കണം. അങ്ങനെ ആഘോഷങ്ങൾ വെച്ചാൽ മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥനയും സഹനങ്ങളും കൊണ്ട് മാത്രം നമ്മൾ ജീവിച്ച് തീരുകയില്ല. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ വയ്ക്കുമ്പോൾ ഒന്ന് ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. അതും എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം സിസ്റ്ററിന്റെ ജൂബിലി ആഘോഷിച്ചു, ചിലപ്പോൾ ഇതിൽ ഉള്ള ആരോ 1-2 പിള്ളേർ ചിലപ്പോൾ മടത്തി ചേരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ അങ്ങനെ ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ ഇതിനൊരു വേറൊരു കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുക, എല്ലാവരും ഒരുമിച്ച് ചേരുന്നത് അത് വേറൊരു സന്തോഷമാണ്. നമ്മുടെ രക്തം ഒരുമിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് വേറൊരു തലവും കൂടിയാണ്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നുള്ളതാണ്, ഗ്രേസിന് കൂടെ ഉണ്ടെന്നുള്ളതാണ് കുടുംബാംഗങ്ങളെല്ലാം പറയുന്ന ഒരു നിമിഷവുമാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഗ്രേസ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കുടുംബാംഗം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഗ്രേസ് അവളുടെ ജീവിതത്തിൽ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആഘോഷം നടത്തുമ്പോഴും നമ്മളറിയാതെ നമുക്ക് അനുഗ്രഹമായിട്ടുള്ള ഗ്രേസിൻ്റെ ജീവിതത്തിൽ ഒന്ന് പുള്ളിക്കാരുടെ ഒബീഡിയൻസ്, രണ്ടാമത്തെ ഡെഡിക്കേഷൻ, മൂന്നാമത്തേത് ഹാർഡ് വർക്ക്, നാലാമത്തെ പ്രെയർ. ഒബീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഭ അധികാരികളോടും തന്നെ വിളിച്ച ആ സഭയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഗ്രേസിനെ കാണാൻ സാധിക്കുക. അധികാരി എന്ത് പറയുന്നു അവിടെ ഒരു മുഖനോട്ടമൊന്നും പറയാതെ, അല്ലെങ്കിൽ ഒത്തിരി ഒന്നും പറയാതെ തന്നെ അത് ഏറ്റെടുക്കുവാനുള്ളൊരു മനസ്സാണ്. തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു നിമിഷവും കൂടി ഗ്രേസിനെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഭയങ്കര ഹാർഡ് വർക്കാണ്. എന്താണോ അത് ചെയ്യാനായിട്ട് നല്ലൊരു ഹാർഡ് വർക്ക് മെന്റാലിറ്റിയാണ് ഗ്രേസിനുള്ളത്. കുടുംബമാണ്, ST സമൂഹം എന്നുള്ളത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ എപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാനും ഗ്രേസിന് ഇനിയും കൂടുതൽ പ്രാർത്ഥിച്ച് തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളൊക്കെ കൂടുതൽ ദൈവത്തിന് ശ്രേഷ്ഠകരമാക്കി തീർക്കുവാനുള്ള കൃപയും അനുഗ്രഹവും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമുക്കൊന്ന് കൈയടിക്കാം. ഇത്ര 25 വർഷം നല്ല സൂപ്പറായിട്ട് ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ഗ്രേസിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാ ആശംസകളും മംഗളങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണം. നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴിയാം. ഒരു
ശുഭനാള് കളിയാടും നേരം ഈ മക്കൾ നേരം പുതുമംഗളഹാരം നിരസിംഹത്തിൻ കീഴകം തിരുനാളമായി തിരുവേദയും വെളിവേലി മിന്നുന്നുവോ മനതാരിലെ മണിമേടയിൽ മൃദുതന്ത്രി വീണ്ടുന്നുവോ തെളിയുമൊരു നെഞ്ചിലാനായി തിരുഹൃദയതലങ്ങളിലായി വന്നല്ലോ ഒരു ശുഭനാള് കളിയാടും നേരം ഈ മക്കൾ നേരം പുതുമംഗളഹാരം സ്നേഹത്തിൻ ഗീരകം കാരുണ്യത്തിൻ നിറവായി അറിവിൻ സ്നേഹം ചൊരിയും തിരുഹൃദയത്തിൻ കടലിൽ മക്കൾ ഞങ്ങൾക്കെന്നും മകനായി മനതാരിൽ നിറയും സ്നേഹവുമായി വിശുദ്ധ ജീവിത വഴിയിൽ മുന്നേറുന്നോരാണി തീഷ്ണതയും ഗ്രേസ്ഫുൾ ലൈഫ് കൂടുതൽ ധന്യമാകുവാൻ വേണ്ടി ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗ്രേസും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ 2 പേരുണ്ടായിരുന്നു. ഒരാൾ വൈദികനായി മരിച്ചുപോയി, വേറൊരാൾ 2-3 മാസം മുമ്പ് മരണമടഞ്ഞു. അവിടെ ഞങ്ങളുടെ നദീലാന്തരത്തിൽ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഗ്രേസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാ സഹകരിക്കുന്ന ഞങ്ങളെ പങ്കെടുപ്പിച്ചതിന് പ്രത്യേകം നന്ദിയും പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഗ്രേസിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. എനിക്ക് പറയാൻ തോന്നുന്നത് ST സന്യാസ സമൂഹത്തിലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂമരമാണ് നമ്മുടെ ഗ്രേസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രേസ് കൃപകൾ സമർത്ഥമായ കൃപകളാണ്. വലുതും ചെറുതുമായതും എവിടെ കൊണ്ടുപോയിട്ടാലും ഗ്രേസ് അവിടെ ഷൈൻ ചെയ്യും. അത് ദൈവത്തെ പ്രതിയാണല്ല. ഒരു പരിഭവമില്ല, ഒരു ക്ഷീണമില്ല, ഒരു ആവരാതിയില്ല, പരാതിയില്ല. പിന്നെ ഉള്ളത് വളരെ സന്തോഷ പ്രകൃതിയാണ്. പിന്നെ നല്ല ഒരു കഥാകൃത്ത്, അഭിനേത്രി ഒക്കെയാണ്. കൊച്ചു കാർട്ടൂൺ കഥകൾ സമൂഹത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കും. ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുന്ന പ്രകൃതമുണ്ട്. അപ്പോൾ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്ത 4 പേരും പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. അടുത്തതായി മൊമന്റോ കൈമാറുന്നതിനായി കുടുംബാംഗങ്ങളായ ഷാലറ്റ്, ഗീത, ജോഫിയ എന്നിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ കുന്നോന്നിയിലെ ടോമി പാപ്പനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും.
വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഇവിടെ എത്തിയത്. ഞാനും ടോമി തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധം ഇവിടെ വെളിപ്പെടുത്തില്ല. അങ്ങനെയാണ് ഞാനിവിടെ എത്തുക. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചു കാണും, അച്ഛൻ തൊപ്പിയൊക്കെ വെച്ച് തൊപ്പിയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളായില്ല. എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ്. ഞാൻ കൊളങ്കര അച്ഛൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അച്ഛൻ്റെ ഇന്ന് അടുത്തിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അച്ഛന് കരൂരാകുമ്പോൾ എന്നോട് സഹായിക്കാൻ പോകാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രേസുമായിട്ട് എനിക്ക് ടോമി ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്, അത് വെളിപ്പെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഈ നൂറാനി കുടുംബമായിട്ട് എനിക്ക് അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഗ്രേസ് നടത്തി പോകുന്ന സമയത്തും അതിനുശേഷവും പ്രാർത്ഥനയുടെ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു. ഗ്രേസിനെ ഞാൻ ഓർക്കാൻ ഒത്തിരി അങ്ങ് മാറിപ്പോയി. പണ്ടത്തെ ഗ്രേസ് അല്ല, കൂടുതൽ ഗ്രേസായി, കൂടുതൽ ഒരു ഒരു ശോഭ ഗ്രേസിന്റെ പ്രത്യേകമായിട്ട് കണ്ടെത്തുകയാണ്. എന്താ ഇപ്പൊ ചെയ്യാ? ഈ പാട്ടുകളുടെ ഈരടികളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പാട്ട് മുഴുവൻ പാടാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. കാരണം നിങ്ങളുടെയൊക്കെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഒക്കെ ഒരു മുഖം കാണുന്നുണ്ട്. വേദിയിൽ അത്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ജിസച്ച, പാലക്കാട്ടുമല SD കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജെസ്റ്റരേസ്, പ്രിയപ്പെട്ട മോഡിയച്ച, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ കുഞ്ഞച്ച, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജിയച്ച, ഫിലിപ്പച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, കുടുംബാംഗങ്ങളെ, അയൽ കുടുംബങ്ങളിലെ സഹപാഠികളെ, കുഞ്ഞുമക്കളെ, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കും. ദൈവസ്നേഹത്തിന്റെ നിറവിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയാണ് ഹൃദയത്തിൽ മുഴുവനും. ദൈവത്തിന്റെ കരുണയ അനുഭവിച്ച നല്ല നല്ല ഓർമ്മകൾ, അനുഭവങ്ങൾ കൈവള്ളിയിൽ ഈ കഴിഞ്ഞ 25 കൊല്ലക്കാലം സമർപ്പണ ജീവിതത്തിന്റെ ആ വലിയ മാധുര്യവും അതിൻ്റെ SD ചൈതന്യവും ഒക്കെ ജീവിക്കുവാൻ നല്ല ദൈവം അനുവദിച്ച ആ വലിയ ദിനങ്ങളെയെല്ലാം നന്ദിയോടെ ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ ജൂബിലിയുടെ ഒരുക്ക നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, വ്യക്തികളെയൊക്കെ കാണാനായിട്ട് പറ്റി. അപ്പോൾ എന്നും നന്ദി മാത്രം നല്ല ദൈവത്തിന്. എന്നും വലിയ ഓർമ്മകൾ, അനുഭവങ്ങളെല്ലാം ഞാൻ ഈ ജൂബിലി വർഷത്തിലൊക്കെ അനുസ്മരിക്കുകയുണ്ടായി. ദേവുളിയാകുന്ന വലിയ നിധി, മൺപാത്രത്തിൽ കിട്ടിയ ആ വലിയ നിധി കണ്ടെത്താനും വളർത്താനും പൂവണിയാനും ഫലം ചൂടി പ്രത്യേകിച്ച് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസഭയിലെ അംഗമാകുവാനും അതിലേറെ ദരിദ്ര സഹോദരങ്ങൾക്ക് ഒരമ്മയും സഹോദരിയും സ്നേഹിതയുമാകുവാനും എന്നെ നല്ല ദൈവം സഹായിച്ച നല്ല അവസരങ്ങൾ. പാലക്കാട്ടുമേല, വരിങ്ങാട്ടുള്ളി, കുടക്കശ്ശ എന്നീ ഇടങ്ങളിലൊക്കെ വിദ്യാഭ്യാസ കാലമൊക്കെ നടത്തി. വല്യച്ചാച്ചന്മാരും വല്യമ്മച്ചിമാരുടെയൊക്കെ ആ വലിയ സാന്നിധ്യത്തിലാണ് ഞാൻ കുട്ടിക്കാലത്ത് വളർന്നു വന്നത്. അവരുടെ ജീവിത ശൈലിയും എന്നെ ഏറെ ഈ ദൈവവിളി ലഭിക്കുവാനും അതിൽ വളരുവാനും ഒക്കെ ഒത്തിരി സഹായിച്ചു. അവരുടെ നല്ല മാതൃകകൾ എല്ലാം ഇന്ന് സന്യാസ ജീവിതത്തിന്റെ ബാലപാഠങ്ങളായിരുന്നു എന്ന് എനിക്കിന്ന് കാണുവാനായിട്ട് പറ്റി. പ്രത്യേകിച്ച് വ്രതങ്ങളെടുത്ത് ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്ന 3 വ്രതങ്ങളെടുത്താണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ സമർപ്പണ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഈ വ്രതങ്ങളും ജീവിക്കാൻ ആദ്യമേ തുടക്കം കുറിച്ചത് ഈ വെല്ലിച്ചാച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും ഒക്കെ വലിയ സാന്നിധ്യം ഈ ഒരു വ്രതത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിച്ചു എന്നുള്ളതാണ് നന്ദിയോടെ ഓർക്കുന്ന. ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന അവരെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. ദൈവവിശ്വാസത്തിലും അതിലേറെ സ്നേഹ കൂട്ടായ്മയിലും പരസ്പരമുള്ള ആദരവിലുമൊക്കെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ,
എന്നും പള്ളിയിൽ പോകുവാനും അതുപോലെ വീട്ടിലെ ജോലികളും ബുദ്ധിമുട്ടുകളിലുമൊക്കെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു MST അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ കുഞ്ഞുനാളില് MSTയുടെ തുടക്കത്തിൽ ഉജ്ജയിൻ മിഷനൊക്കെ ആരംഭിച്ച അച്ഛന് ആ കുഞ്ഞുനാളില് ഉജ്ജയിൻ മിഷനിലെ കുഞ്ഞു കുടിലുകളില് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും എനിക്ക് ഈ പേര് ഒത്തിരിയേറെ പേരുകൾ പറഞ്ഞു, ഈ പേരിനെ കുറിച്ച് പറഞ്ഞു. ഈ പേര് എനിക്ക് ഇടാനായിട്ട് സാധിച്ചത് ഇട്ടത് ഈ അച്ഛനാണ്, ഗ്രേസ് എന്നുള്ള പേര്. അന്ന് തന്നെ ഗ്രേസ് നീ ഒരു നല്ലൊരു സിസ്റ്ററാകും ഒക്കെ എന്നോട് അച്ഛൻ പലപ്പോഴും അവധിക്കൊക്കെ വരുമ്പോൾ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് വിത്ത് എന്നിൽ വിതറിയിട്ടാണ് അച്ഛൻ പോയത്. അവധിക്കൊക്കെ വരുമ്പോഴത്തേക്കും വിഷം പ്രദേശത്തെ കുഞ്ഞ് ജീവിതങ്ങള്, ആ കുഞ്ഞു കുടിലില് അച്ഛൻ പാവങ്ങളോടൊപ്പമായിരുന്നതും അവരുടെ ആ ജീവിത ശൈലികളൊക്കെ എന്നെ കാണിച്ചു തന്ന് ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരും. നിന്റെ പേര് ഈ കുഞ്ഞിനിട്ടിട്ടുണ്ട്, ഗ്രേസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ എന്നെ കൊതിപ്പിച്ചതാണ് സന്യാസ ജീവിതത്തെ കുറിച്ച്, ദൈവവിളിയെ കുറിച്ചൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും ഈ കഴിഞ്ഞ 25 കൊല്ലകാലം ഈ സമർപ്പണ ജീവിതത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കുവാനും ഒക്കെ എന്നെ സഹായിച്ചത്. ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ഞാൻ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഞാനൊരു കാര്യം വിട്ടുപോയത്, എൻ്റെ കൂടെ എന്നോടൊപ്പം എന്ന് സ്കൂളിലും പള്ളിയിലും ഒക്കെ ഒന്നിച്ചു പോന്നിരുന്നതാണ് എൻ്റെ കുഞ്ഞൻജിത്തി വിജി. ഇന്ന് സ്വർഗത്തിലായിരുന്നുകൊണ്ട് ഈ വലിയ സന്തോഷത്തിൽ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സാന്നിധ്യമായിട്ട് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കുഞ്ഞച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ അങ്കിളാണ്. കുഞ്ഞച്ചന് ആശംസകൾ അർപ്പിക്കുകയും വരികയും ഒക്കെ ചെയ്തതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ചാച്ചൻ്റെ പാപ്പനും ബിജോയും കുടുംബവും ഒക്കെ ഒത്തിരിയേറെ ഈ ഒരു കാര്യത്തിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടുത്തുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒത്തിരിയേറെ ബന്ധമുണ്ട് എല്ലാ തരത്തിലും. ആ ഒരു കുഞ്ഞിലെ വളർന്ന നിമിഷങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു. അപ്പൊ അവരെയും ഒത്തിരി സ്നേഹത്തോടെ. അതുപോലെ എൻ്റെ ഒരു സഹപാഠി എൻ്റെ ഈ സദസ്സിലുണ്ട്, പുഷ്പ എന്നാണ്. എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഒന്നിച്ചു ഉണ്ടായിരുന്ന പുഷ്പയും വന്നിട്ടുണ്ട്. പുഷ്പയ്ക്ക് ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളും ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ ഈ ക്രിസ്മസിന്റെ അവധിയാണെങ്കിലും പല പരിപാടികളും ഉണ്ടായിരുന്നുവെങ്കിലും എന്നോടും കുടുംബത്തോടുമുള്ള ആ വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സമയം വരെ ഒത്തിരി ആകാംക്ഷയോടെ കേൾക്കുവാൻ കൊതിയോടുകൂടി ഇരിക്കുന്ന അവരുടെ നല്ല മുഖങ്ങൾ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഫിലിപ്പച്ചനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ആളായതുകൊണ്ടും ഫിലിപ്പച്ചനും ഒത്തിരിയേറെ കരുതലോടെയും കാര്യത്തോടെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അച്ഛനും നന്ദി അർപ്പിക്കുന്നു. ലിൻസായുടെ പേരിലുള്ള നന്ദി എന്ന് പറയുന്ന പാട്ടും ഇതിൻ്റെ എല്ലാ കൊച്ചു കാര്യങ്ങളിലൊക്കെ അറിയപ്പെടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ സിസ്റ്റർ രശ്മി, സിസ്റ്റർ സ്റ്റാനി, ഇവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്ന അവസാന നിമിഷങ്ങളിലാണേലും ഞങ്ങളോട് ആ കുടുംബത്തോടുള്ള വലിയ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു ഷാജിയച്ചനിവിടേക്ക് കടന്നു വന്നത്. ഷാജിയച്ചൻ ഞാൻ അച്ഛൻ ബ്രദറായിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒത്തിരി ഒരു ബന്ധമുണ്ടായിരുന്നു. അന്ന് കണ്ട അച്ഛനല്ല ഞാനും കാണുന്നത്. എന്നെ കണ്ടപ്പോൾ അച്ഛനും അങ്ങനെ തോന്നി. കുഴപ്പമില്ല, രണ്ടുപേരും വളർച്ചയും അവൻ വളരുകയും ഞാൻ കുറയുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയൊന്ന് കാണാനായിട്ട് സാധിച്ചതും അച്ഛനൊത്തിരി എന്നെ ഒരു ആശംസ അർപ്പിക്കാനായിട്ടും ഈ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് എനിക്ക് വേണ്ടി പ്രത്യേക ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഷാജിയച്ചനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഒത്തിരി നന്ദി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ എല്ലാ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള കൈക്കാരന്മാര്, ദേവാലയ ശുശ്രൂഷി മാൺചേട്ടൻ, പിന്നെ ആരൊക്കെയാണോ അവർക്കെല്ലാം എൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. കുഞ്ഞുങ്ങള് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇവിടെ വന്ന് വിഷിംഗ് സോങ്ങും അതുപോലെ ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന ആ കുഞ്ഞാൻറ്റി സ്നേഹിക്കുന്ന കുഞ്ഞു മക്കളുടെ വലിയ സ്നേഹത്തിന് അവരുടെ എല്ലാ കുഞ്ഞു കലാപരിപാടികൾക്കൊക്കെ ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എന്നെ ഈ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നും പ്രാർത്ഥനയെ നിങ്ങളെല്ലാവരെയും എന്നും വിശുദ്ധ കുർബാനയിൽ ഓർക്കാറുണ്ട്. ഇനിയും എൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൽ ഏറെ വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും കൂടി ജീവിക്കുവാൻ അതുവഴി ഒത്തിരി പേരെ
ഒത്തിരി ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി അങ്ങനെ ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മുടെയുള്ള ഈ യാത്രയിൽ നമുക്ക് പരസ്പരം ഇനിയും കാണാനും സഹായിക്കാനും നന്മകൾ നേരാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ ഒരു കാര്യം മറന്നുപോയത്, നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛൻ വന്നിരുന്നു. കളപ്പുരക്കിലെ അച്ഛന് പോയി എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ അവിടുന്ന് ദൂരെ നിന്ന് വന്നാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ആകാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. അതുപോലെ സൺഡേ സ്കൂളിൽ ഒത്തിരി എന്നെ പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്ത സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രതിനിധി, ഒരു പ്രാതിനിധ്യം ഉള്ളത് ശ്രീകശ് സാറാണ്. ഒത്തിരി ഞങ്ങളെ വളർത്തിയ ആത്മീയ കാര്യങ്ങൾ ഒത്തിരി സഹായിച്ച അച്ഛനും സാറിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് സിസ്റ്റർ സ്നേഹഗിരിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും വിട്ടുപോയതല്ല, അവരെപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവരുണ്ട്. അപ്പോൾ അവരുടെയും വലിയ സ്നേഹത്തിന് ഇന്ന് ആ തിരക്കിനിടയ്ക്കും രണ്ടുപേരാണേലും വന്നു. അത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ സന്തോഷത്തിൽ നിങ്ങൾ പങ്കെടുത്തതിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.